ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ വാളും ക്ലാസ്സും നമ്മൾ എമ്പാടും നടത്തും. എന്നാൽ ഖൽബിനോട് ചോദിച്ചു നോക്കുക, ഹബീബിനോട് മഹബത്തുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഈ മുഹിബിനെ, സ്നേഹമുണ്ടെന്ന് പറയുന്ന വ്യക്തിയെ കണ്ടാൽ തിരിയും. എന്താ? ഓട്ടോമാറ്റിക്കായിട്ട് തിരുചര്യ എങ്ങനെ വരും, സംസാരത്തിലായിട്ടും വേഷവിധാനത്തിലായിട്ടും എല്ലാത്തിനും തിരുചര്യ കാണും. ആ പ്രേമം പറഞ്ഞാൽ പോരാ, അത് ലാഹിറാവണം. കേൾക്കി, ബഹുമാനപ്പെട്ട ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനുടെ കവിതയുടെ ഒരു ശകലം. തഅസിൽ ഇലാഹ വ അൻത തുൽഹിറു ഹബ്ബഹു ഹാദാ ലഉംരി ഫിൽ ഖിയാസി ബദീഉ. എടാ, നീ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനെ, അനുരാഗത്തെ പ്രകടമാക്കും. അതുണ്ട്, അത് വേണമെന്ന് വേള പറയും. പക്ഷേ ഇലാഹായ അള്ളാഹുവിന് നീ എതിര് ചെയ്യണല്ലോ, വേണ്ടാത്തരങ്ങൾ ചെയ്യണല്ലോ, അനിസ്ലാമിക വാക്കുകളും പ്രവർത്തനവും പറയണല്ലോ. പിന്നെ എവിടെടാ എനിക്ക് സ്നേഹം? ഇത് ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരത്ഭുത. എൻ്റെ വയസ്സിനെ തന്നെയാണ് സത്യം. ഇത് അത്ഭുതമുണ്ട്. എന്തടോ പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയാണോ പ്രേമിക്കുന്നത് അയാൾക്ക് അനുസരിക്കൂലേ? പിന്നെ എതിരെയ അപ്പം യഥാർത്ഥ സ്നേഹമല്ല. കാരണം ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇന്നൽ മുഹിബ്ബ, നിശ്ചയം ഒരു പ്രേമി, ഏതൊരു പ്രേമിയും മുതീഉൻ, അവൻ അനുസരിക്കുന്നവനാണ്, വിധേയപ്പെടുന്നവൻ. ആർക്ക്? ലിമൻ യുഹിബ്ബു, ആരെയാണോ സ്നേഹിക്കുന്നത് അവന് വിധേയപ്പെടും, അവൻ അനുസരിക്കും. ഹബീബിനെ സ്നേഹിച്ചാൽ എല്ലാത്തിലും തിരുച്ചര്യ ലാഹിറാവും. അപ്പം നമ്മളിങ്ങനെ പറയുന്നുള്ളൂ, യഥാർത്ഥത്തിൽ മുഹബ്ബത്തില്ലേ? അല്ലാഹു തആല കാമിലായ സ്നേഹവും മുഹബ്ബൊക്കെ നമുക്ക് നൽകട്ടെ. എത്ര ഉഷാറാവുന്നു അത്രയും മെച്ചമാണ് ആഖിറത്തിലേക്ക്. മാഷാ അല്ലാഹ്, നമുക്ക് കാമിലായ മുഹബ്ബത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.